ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരിയെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി സംസ്ഥാന സർക്കാർ DGP ആയി പ്രൊമോട്ട് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകി. ഈ നടപടിയിലൂടെ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സംസ്ഥാനത്ത് ഒരു സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിന്റെ അത്യുന്നത സ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള DGP പദവിയിലേക്ക് എത്തിച്ചേർന്നു. DGP പദവിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏക DGP ആയി എന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹം DGPയുടെ ആ തസ്തികയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നമുക്കറിയാം, ലോകനാഥ് ബെഹ്റ, ഋഷിരാജ് സിംഗ്, N. ശങ്കർ റെഡ്ഡി ഉണ്ടായിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തു. ശ്രീലേഖ, ഇത്രയും 4 പേര് ആണ് DGP പദവിയിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോ അദ്ദേഹം ടോമിൻ ജെ തച്ചങ്കരിയെയും അരുൺകുമാർ സിൻഹയെയും DGP പദവിയിലേക്ക് സർക്കാർ പ്രമോഷൻ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ്. 2022 വരെയാണ് ടോമിൻ ജെ തച്ചങ്കരിക്ക് DGP ആയിരിക്കാൻ കഴിയുക. ഒരുപക്ഷെ ഏതാനും മാസങ്ങൾ അദ്ദേഹം കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ ഏക DGP ആയി ഇരുന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വരെ മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുള്ള കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ പോലീസിന്റെ DGP എന്ന് പറയുന്ന അത്യുന്നതമായിട്ടുള്ള ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനങ്ങളിലും ഉണ്ടായി കാണും എന്ന് തോന്നുന്നില്ല. ടോമിൻ ജെ തച്ചങ്കരിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പല സർക്കാർ വകുപ്പുകളിലും ഇരുന്ന് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടോമിൻ ജെ തച്ചങ്കരിയെ കുറിച്ചിട്ട് മാധ്യമങ്ങൾ എഴുതിയിട്ടുള്ളത്. ഒരു മാധ്യമങ്ങളിലും ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വരി പോലും വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുതയാണ്. ഇവിടെ നിഷ്പക്ഷതയുടെ മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന അച്ചടി മാധ്യമങ്ങളാവട്ടെ, അതായത് നിഷ്പക്ഷതയുടെ വക്താക്കളായി നിലനിൽക്കുന്ന അച്ചടി മാധ്യമങ്ങളാവട്ടെ, നിഷ്പക്ഷതയുടെ കാവൽ മാലാഖകളായി നിൽക്കുന്ന ദൃശ്യമാധ്യമങ്ങളാവട്ടെ, അവരാരും ടോമിൻ ജെ തച്ചങ്കരി എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടക്ക നടപടികൾക്ക് വിധേയനായിട്ടുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നും അദ്ദേഹത്തിനെതിരെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് കേസിൽ, അത് 1-2 രൂപയല്ല, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 64,70,881 രൂപ വരുമാനത്തെക്കാൾ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ അദ്ദേഹം കോട്ടയം വിജിലൻസ് കോടതിയിൽ പ്രതിയായി നിൽക്കവെയാണ് അദ്ദേഹത്തിന് ഈ DGP ആയി പ്രൊമോഷൻ നൽകിയതെന്ന് പറയാനുള്ള ആർജവം ഇവിടെ ഒരു അച്ചടി മാധ്യമവും ഒരു ദൃശ്യമാധ്യമവും കാണിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരവും നിർഭാഗ്യകരവുമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് പറയാതെ വയ്യ. അത് പറയാൻ കാരണം ഇപ്പൊ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ കാര്യത്തിലാവട്ടെ, വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ കാര്യത്തിലാവട്ടെ, നിഷ്പക്ഷതയുടെ കാവൽ മാലാഖകളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്ന ഒരു ദൃശ്യമാധ്യമം പോലും ഒരു അഴിമതി കേസിലെ പ്രതി DGP സ്ഥാനത്തേക്ക് വന്നതിനെ കുറിച്ച് ഒരു വാചകം പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ആ വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലെ പ്രതിയാണ് തച്ചങ്കരി എന്നുള്ള കാര്യം. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹം പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയം വിജിലൻസ് കോടതിയിലുള്ള ഒരു കേസുണ്ടായി. ആ വിജിലൻസ് കോടതിയിലെ കേസിൽ ഏപ്രിൽ മാസത്തിൽ വാദം നടന്നു. എന്താണ് വാദം നടന്നത്? ആ കേസിൽ നിന്ന്, ആ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ നിന്ന് തന്നെ വിടുതൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. ഡിസ്ചാർജ് പെറ്റീഷൻ CRPC 259 വകുപ്പ് പ്രകാരം തച്ചങ്കരി കോട്ടയത്ത് വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ കേസിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം കോട്ടയം വിജിലൻസ് കോടതി പറഞ്ഞത്, thus on analysis of the materials produced by the prosecution in the final report, പ്രോസിക്യൂഷൻ അന്തിമ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ, this court is of the considered opinion that there is prima facie material available sufficient to frame charge against the accused. ആ രേഖകൾ പരിശോധിക്കുമ്പോൾ
കോടതിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയിലെത്താൻ കഴിയുന്നത് പ്രതിക്കെതിരെ കുറ്റപത്രം വായിക്കുന്നതിനുള്ള, ചാർജ് ഫ്രെയിം ചെയ്യുന്നതിനുള്ള ആവശ്യത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളിലുണ്ട് എന്നാണ് കോടതിക്ക് തോന്നുന്നത്. So also no ground is made out by the petitioner to show that the charge filed against the petitioner is groundless. അതായത് പെറ്റീഷണർക്കെതിരെ, പരാതിക്കാരനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ചാർജുകൾ, കുറ്റങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല. There is no merit in the petition and accordingly the petition is dismissed. അതുകൊണ്ട് പരാതിക്കാരനായിട്ടുള്ള തച്ചങ്കരി തനിക്കെതിരായിട്ടുള്ള കേസിൽ നിന്ന് തന്നെ വിടുതൽ ചെയ്യണമെന്ന് പറയുന്ന ആ കാര്യത്തിൽ ഒരു മെറിറ്റും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാതി തള്ളിക്കളയുന്നു, ഡിസ്മിസ് ചെയ്യുന്നു എന്നാണ് കോട്ടയം വിജിലൻസ് കോടതിയിലെ 152/2020 എന്നുള്ള കേസിൽ 29/5/2020 കോട്ടയം വിജിലൻസ് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള വിധി. ആ വിധിക്കെതിരെ തച്ചങ്കരി ഹൈക്കോടതിയിൽ അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പോയി. ആ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പോയ കേസിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഹൈക്കോടതി തയ്യാറായില്ല. ആ കേസ് ഹൈക്കോടതി വീണ്ടും നീട്ടിവെച്ചു. അങ്ങനെ ഹൈക്കോടതി നീട്ടിവെച്ച് 2-3 മാസം നീട്ടിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ അഴിമതി, ഈ സ്വത്ത് സമ്പാദന കേസിലെ പ്രതിയായിട്ടുള്ള തച്ചങ്കരിക്ക് പിണറായി സർക്കാർ DGP ആയി പ്രൊമോഷൻ നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ നിയമങ്ങൾക്കും എതിരാണ് എന്ന് ആദ്യമായി സൂചിപ്പിക്കട്ടെ. അതിലാദ്യമായി പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് സെപ്റ്റംബർ 2020 ഡിസംബർ 25 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. അതിന്റെ വിഷയം എന്ന് പറയുന്നത് സസ്പെൻഷൻ ഓഫ് പബ്ലിക് സർവൻസ് ഇൻവോൾവ് ഇൻ ക്രിമിനൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിംഗ്സ്. ഒന്നിൽ ക്രിമിനൽ നടപടികളിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ നടപടികളിലോ ഉൾപ്പെട്ടിട്ടുള്ള പൊതുപ്രവർത്തകരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സെപ്റ്റംബർ 2020 ഇറക്കിയിട്ടുണ്ട്. ആ 2020 ഇറക്കിയിട്ടുള്ള ആ ഉത്തരവിലെ പാരാ 2.5 പറഞ്ഞിരിക്കുന്നത് it may be considered desirable to suspend a public servant for misdemeanor of the following types. താഴെ പറയുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാർ ജീവനക്കാരെ, പബ്ലിക് സർവന്റിനെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ് എന്ന് അതിന്റെ പാരാ 2.5 പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? അതിൽ കറപ്ഷൻ, എംബസൽമെന്റ് ഓർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗവൺമെന്റ് മണി, പൊസഷൻ ഓഫ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ്, മിസ്യൂസ് ഓഫ് ഒഫീഷ്യൽ പവേഴ്സ് ഫോർ പേഴ്സണൽ ഗെയിൻസ്. അതിൽ ഒന്നുകിൽ അഴിമതി, അല്ലെങ്കിൽ സർക്കാരിന്റെ പണത്തിൽ ക്രമക്കേട് കാണിച്ചത്, അതല്ലെങ്കിൽ പൊസഷൻ ഓഫ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ്, അതായത് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യണം എന്ന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ സംശയലേശമന്യേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വരുമാനത്തിൽ കവിഞ്ഞ 64 ലക്ഷം രൂപയുടെ കുറ്റം ചെയ്തിട്ടുള്ള ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ ടോമിൻ ജെ തച്ചങ്കരി എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥനെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടതാണ് ഈ ഉദ്യോഗസ്ഥൻ. ആ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോ ഈ സംസ്ഥാന ഗവൺമെന്റ് DGP ആയി ഇപ്പൊ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ട്. 2015 17/7/2015 ഇറങ്ങിയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവുണ്ട്. ഹോം ഡിപ്പാർട്ട്മെന്റ്, പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ്, ട്രാൻസ്ഫർ പോസ്റ്റിംഗ്സ് ആൻഡ് പ്രൊമോഷൻസ് ഓഫ് പോലീസ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉത്തരവിലെ 8ാമത്തെ പോയിന്റിൽ പറയുന്നത് ഓഫീസേഴ്സ് എഗൻസ്റ്റ് ഹും ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ആർ പെൻഡിംഗ് ഇൻ എ സെഷൻസ് കോർട്ട് ഷാൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ പ്രൊമോഷൻ. ഓഫീസേഴ്സ് അഗൻസ്റ്റ് ഹും ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ആർ പെൻഡിംഗ് ഇൻ എ സെഷൻസ് കോർട്ട് എന്നാണ് പറയുന്നത്. സെഷൻസ് കോർട്ടിൽ പോലും ക്രിമിനൽ നടപടിക്രമങ്ങൾ പെൻഡിംഗ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റം കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തച്ചങ്കരിക്കെതിരായിട്ടുള്ള കേസ് ജില്ലാ വിജിലൻസ് കോടതിയിലാണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ 17/7/2015 ഇറക്കിയ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടാണ് ടോമിൻ ജെ തച്ചങ്കരി എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രൊമോട്ട് ചെയ്യാൻ DGP ആയി ഈ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഉത്തരവുകൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ
സ്ഥാനക്കയറ്റം നൽകി DGP എന്ന് പറയുന്ന ഉന്നതമായിട്ടുള്ള തസ്തികയിലേക്ക് പിണറായി സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജുഡീഷ്യറി പോലും വിമർശന വിധേയമാകാവുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയവും കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഈ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ 23/9/2016 പിന്നെ കുറ്റപത്രം ഫ്രെയിം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. 23/9/2016 ആ 23/9/2016 കുറ്റപത്രം വായിക്കാൻ തീരുമാനിച്ചതാണെന്ന് പറയുമ്പോൾ കുറ്റപത്രം വായിച്ചാൽ ഉടനടി ഈ ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിൽ പോകേണ്ടതാണ്. എന്നാൽ 23/9/2016 കുറ്റപത്രം വായിക്കാൻ തീരുമാനിച്ചിട്ട് ഇപ്പോ ഇന്ന് 3 സെപ്റ്റംബർ 2020 ആയിട്ടും 4 വർഷമായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കുറ്റപത്രം വായിച്ചിട്ടില്ല എന്നുള്ളത് കോടതി പോലും വിമർശന വിധേയമാകുന്ന ഒരു വിഷയമാണെന്ന് പറയാതെ വയ്യ. ഈ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസ് കുറ്റപത്രം വായിക്കാൻ വേണ്ടി ചാർജ് ഫ്രെയിം ചെയ്തത് തൃശൂർ വിജിലൻസ് കോടതിയിലാണ്. തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്ന് ആ കേസ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലേക്ക് കൈമാറി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിന്ന് കുറെ കഴിഞ്ഞപ്പോൾ കോട്ടയം വിജിലൻസ് കോടതിയിലേക്ക് കൈമാറി. കോട്ടയം വിജിലൻസ് കോടതിയിൽ നിന്ന് ഇപ്പൊ ഈ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. അപ്പം ഈ പറയുന്ന എല്ലാ കോടതികളിലും തൃശൂർ വിജിലൻസ് കോടതിയിൽ ഇരുന്നപ്പോഴും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലേക്ക് വന്നപ്പോഴും കോട്ടയം വിജിലൻസ് കോടതിയിലേക്ക് വന്നപ്പോഴുമായി കഴിഞ്ഞ 2016, 17, 18, 19, 20 5 വർഷമായി ഏതാണ്ട് 22-23 തവണയാണ് ഈ കേസ് ഈ 3 കോടതികളിലുമായി മാറ്റിവെച്ചിട്ടുള്ളത്. ആ മാറ്റിവെച്ച കേസ് ഹൈക്കോടതിയിൽ ചെന്ന് ഇപ്പോഴും മാറ്റിവെച്ചതിനെ തുടർന്നിട്ടാണ് ഈ അഴിമതിക്കാരനായിട്ടുള്ള പ്രതിയായിട്ടുള്ള ഉദ്യോഗസ്ഥന് DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടിയത് എന്ന് നമ്മൾ ഓർക്കണം. ഇതിൽ കോടതി കൂടി കുറ്റവും വിമർശന വിധേയമാകേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ മാറ്റിവെക്കാനിടയായത്? വാദിയും പ്രതിയും കൂടി ഒത്തുകളിച്ചിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ കേസിൽ വാദി ആരാണ്? സർക്കാരാണ്. പ്രതി ആരാണ്? സർക്കാരിന്റെ ഉന്നതമായ പോലീസ് സ്ഥാനത്തിരിക്കുന്ന ADGP ആയിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരിയാണ്. അപ്പോൾ പ്രതിയും വാദിയും കൂടി ഒത്തുകളിച്ചുകൊണ്ടാണ് 22 തവണ 23 തവണ ഈ കേസ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളത് അടുത്ത ക്രിമിനൽ കുറ്റമാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതായത് കേസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സസ്പെൻഷനിൽ പോകേണ്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി വാദിയും പ്രതിയും കൂടെ ഒത്തുകളിച്ചുകൊണ്ട് ഈ കേസ് മാറ്റിവെക്കുകയാണ്. അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ അവിടെ ബഹുമാനപ്പെട്ട കോടതി, അവിടെ ജുഡീഷ്യറി എന്തുകൊണ്ട് ഇടപെട്ട് ഈ കേസ് തീർപ്പാക്കിയില്ല എന്നുള്ള ചോദ്യവും പ്രസക്തമാവുകയാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഏതാണ്ട് 14-15 തവണയാണ് ഈ കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസ് തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവിടുത്തെ വിജിലൻസ് ജഡ്ജി അതിന് നേതൃത്വം കൊടുക്കേണ്ടതല്ലായിരുന്നോ? എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ ആ വിജിലൻസ് കോടതിയിൽ ആ ജഡ്ജി അതിന് നേതൃത്വം നൽകിയില്ല. അത് കഴിഞ്ഞ് കോട്ടയം വിജിലൻസ് കോടതിയിൽ 2-3 പ്രാവശ്യം മാറ്റിവെച്ചുള്ളൂ. കോട്ടയം വിജിലൻസ് കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് കോട്ടയം വിജിലൻസ് കോടതി നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ കേസ് ഏതാണ്ട് ഒരു 12 തവണയോളം മാറ്റി വെക്കുമ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ആരോപണ വിധേയമാകും എന്ന് പറയാതെ വയ്യ. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു. ഹൈക്കോടതിയിൽ 2 പ്രാവശ്യം കേസ് മാറ്റിവെച്ചു. അങ്ങനെ കേസ് മാറ്റിവെച്ചതിനെ തുടർന്നിട്ടാണ് ഇപ്പോ ഈ ടോമിൻ ജെ തച്ചങ്കരിക്ക് DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടിയതെന്ന് നമ്മൾ ഓർക്കണം. സ്വാഭാവികമായും ഈ കേസ് ഇങ്ങനെ അനന്തമായി മാറ്റിവെക്കുന്നത് DGP ആയിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് വാദിയും പ്രതിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് നേരത്തെ തീർപ്പാക്കേണ്ടതായിരുന്നു. അത് തീർപ്പാക്കാൻ തയ്യാറാകാത്തതിന് ജുഡീഷ്യറിയും വിമർശന വിധേയമാകും എന്ന് പറയാതെ വയ്യ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് പദവിയിലേക്ക് ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു വീഡിയോയുമായി രംഗത്ത് വരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ പോലീസ് സേനയിൽ ഏറ്റവും അഴിമതിക്കാരൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള IG ആയിട്ടുള്ള S ശ്രീജിത്തും തുല്യമായ അഴിമതിക്കാരനാണ്. പക്ഷെ IG ശ്രീജിത്തിനെ പോലും കവച്ചു വെക്കുന്ന നിലയിലുള്ള കൊടിയ അഴിമതി നടത്തിയിട്ടുള്ള വരുമാനത്തിൽ കവിഞ്ഞ 64 ലക്ഷം രൂപയുടെ സ്വത്ത് സമ്പാദിച്ച കേസിൽ പ്രതിയായി നിൽക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒത്തുകളിക്കുകയാണ്. ആ ഒത്തുകളിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് സസ്പെൻഷനിൽ പോകേണ്ട ഈ ഉദ്യോഗസ്ഥനെ
കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരവും സസ്പെൻഷനിൽ പോകേണ്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ജുഡീഷ്യറി മുന്നോട്ട് വരേണ്ടതാണ്. അതുപോലെ തന്നെ വാദിയും പ്രതിയും തമ്മിൽ നടത്തുന്ന ഈ ഒത്തുകളി കണ്ടുപിടിച്ച് അതിന് ആവശ്യമായി ബന്ധപ്പെട്ടുള്ള നടപടിയെടുക്കാനും സുപ്രീം കോടതി വരേണ്ടതാണ്. ഈ കേസ് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള സത്വര നടപടികൾ ഈ വാദിയും പ്രതിയും തമ്മിലുള്ള ഈ ഒത്തുകളി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതി ഈ കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കേണ്ടതാണ്. വിടുതൽ ഹർജിക്കെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കാനും അതോടൊപ്പം തന്നെ ഈ അഴിമതി കേസിൽ എത്രയും പെട്ടെന്ന് അന്തിമ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി കോട്ടയം വിജിലൻസ് കോടതിക്ക് ഉത്തരവ് കൊടുക്കാനും ഹൈക്കോടതി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ വിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.